കൂട്ടുകാരെ, ചീനച്ചട്ടിയിൽ 4 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ചൂടാകുമ്പോൾ 2 പിടി ചെമ്മീൻ ചേർക്കുക. തലയും വാലും കളഞ്ഞ് നന്നായി കഴുകിയെടുത്ത ഉണക്കച്ചെമ്മീനാണ്. നന്നായി നമുക്ക് ഫ്രൈ ചെയ്യാം. 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റുക, ഫ്രൈ ചെയ്തെടുക്കുക. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ല ക്രഞ്ചി ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഞെക്കുമ്പോൾ പൊടിയണം, അതാണ് പരുവം. ഇനി ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം കേട്ടോ. നമുക്ക് കണ്ടില്ലേ, ഇതേ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് 2 പിടി ഉള്ളി ചതച്ചത് ചേർക്കാം. വേപ്പിലുണ്ടെങ്കിൽ ചേർത്തോളിയും, എൻ്റെ കയ്യിലില്ല. 1 സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ആകെ 5 സ്പൂൺ വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ, എന്നാലേ ഇതിൻ്റെ രുചി അടിപൊളിയാവുള്ളൂ. 1/4 സ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് മൊരിയിച്ചെടുക്കാം കേട്ടോ. ഉള്ളി മൂപ്പായിട്ടുണ്ട് കേട്ടോ, നല്ല സ്മെല്ലാ. എന്നിട്ട് ഇതിലോട്ട് ചതച്ച മുളക് 1 സ്പൂൺ ചേർക്കുക. ഒന്നും കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. നന്നായിട്ട് മുരിയിച്ചെടുക്കാം കേട്ടോ. സെറ്റായിട്ടുണ്ട്, മുളകൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ചെമ്മീൻ ചേർക്കാം. നല്ല രുചിയാണ് കേട്ടോ. ചോറിൻ്റെയും കഞ്ഞീൻ്റെയും കൂടെ ഇത് മാത്രം മതി. 1/2 സ്പൂൺ കുരുമുളക് കൂടിയും ചേർത്ത് ഇളക്കാം. മീഡിയം ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി കേട്ടോ. ഇത് മിക്സ് ചെയ്യുമ്പോൾ എല്ലാം സെറ്റ്. ഇനി 1/2 സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് ഇളക്കി അപ്പം തന്നെ തീ ഓഫാക്കണം. ടേസ്റ്റ് ചെയ്തിട്ട് വല്ലതിൻ്റെ ഒക്കെ കുറവുണ്ടെങ്കിൽ ഇപ്പം ആഡ് ചെയ്യാം കേട്ടോ. ഉണക്കച്ചെമ്മീൻ ഫ്രൈ റെഡി. നമ്മുടെ ചെമ്മീൻ ഫ്രൈക്ക് നല്ല എരിവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1/2 സ്പൂൺ മുളക് പൊടിക്ക് പകരം 1/4 സ്പൂൺ ആക്കാം. ഇനി അല്ലെങ്കിൽ ആ ചതച്ച മുളക് 1 സ്പൂൺ മാത്രം മതി കേട്ടോ. കുരുമുളക് എന്തായാലും 1/2 സ്പൂൺ വേണം. എല്ലാവരും ട്രൈ ചെയ്യണേ.